ലൈലത്തുൽ ഖദറിൻ്റെ രാത്രികളിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. അതിലൊന്ന്, രാത്രിയിൽ സാധിക്കുന്നത്ര ദീർഘമായി ഖിയാമുൽ ലൈൽ നമസ്കരിക്കുക. തറാവിയഹ്, തഹജ്ജുദ് തുടങ്ങിയ നമസ്കാരങ്ങൾ ധാരാളമായി നമസ്കരിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ വിശ്വാസത്തോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും നമസ്കരിക്കുന്നത്, അവരുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. രണ്ടാമത്തത്, ധാരാളമായി മഗ്ഫിറത്തിന് വേണ്ടി, മാപ്പിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്ർ മാ അഖൂൽ. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ഞാൻ എന്താണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തഖൂലീൻ അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവുൻ, നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഫഅഫു അന്നി, അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണമേ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങൾ, ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് മാപ്പിനെ അപേക്ഷിക്കലാണ് ലൈലത്തുൽ ഖദറിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു റമളാൻ ലഭിച്ചിട്ടും പാപമോചനം ലഭിക്കാത്ത ആളുകൾ, അവർക്ക് വിദൂരം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ അകന്നു പോകട്ടെ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് റമളാനിൽ നമുക്ക് ഏറ്റവും അധികം ലഭിക്കേണ്ടത് മഗ്ഫിറത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബയെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മൂന്നാമത്തത്, ധാരാളമായി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യണം. ഖുർആനിൻ്റെ പാരായണം, ദിക്റുകൾ ചൊല്ലൽ, ധാരാളമായി പ്രാർത്ഥിക്കൽ. അങ്ങനെ ഈ 10 ദിവസങ്ങളിലും, അവസാനത്തെ 10 ദിവസങ്ങളിലും, പ്രത്യേകിച്ച് രാത്രികളിൽ ധാരാളമായി ഇബാദത്തുകൾ ചെയ്യണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ അശ്റു ശദ്ദ മിസ്റഹു വ അഹ്യ ലൈലഹു വ ഐഖള അഹ്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ തുണി മുറുക്കി ഉടുക്കും, രാത്രിയെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഉറങ്ങുകയില്ല. വ ഐഖള അഹ്ലഹു, തൻ്റെ കുടുംബത്തെ കൂടി എഴുന്നേൽപ്പിക്കുകയും അവരെ കൂടി ഇബാദത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ ആശിറിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. മറ്റു മാസങ്ങളിലില്ലാത്ത, അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലില്ലാത്ത അത്രയും അധ്വാനം റമളാനിലെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നു. അപ്പോൾ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് റമളാനിൽ തന്നെ അവസാനത്തെ 10 അള്ളാഹുവിൻ്റെ റസൂൽ ധാരാളമായി അധ്വാനിച്ചിരുന്നു. അപ്പോൾ ധാരാളമായി ഇബാദത്തുകൾ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഇഅ്തികാഫ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, കാന യഅ്തഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹു അസ്സ വജൽ സുമ്മ അഅ്തഖഫ അസ്വാജുഹു മിൻ ബഅദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫ് ഇരുന്നിരുന്നു. മരിക്കുന്നതുവരെ അദ്ദേഹത്തിൻ്റെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു പള്ളികളിൽ. കാരണം പള്ളികളിലാണ് ഇഅ്തികാഫ്, വീട്ടിൽ ഇഅ്തികാഫ് ഇരുന്നാൽ അത് സ്വഹീഹാവുകയില്ല.